ഗൗരി ആ പിടുത്തത്തിൽ പെട്ടുപോയി. അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർന്നു പോയ നിമിഷം അവൻ്റെ വിറക്കുന്ന ശ്വാസം അവളിൽ അലയടിച്ചു. പേടിയും ആകാംക്ഷയും നിറഞ്ഞ ആ നിമിഷത്തിൽ ഗൗരി അനങ്ങാൻ പോലും കഴിയാതെ സ്തംഭിച്ചു നിന്നുപോയി. അവൻ്റെ നെഞ്ചിൽ മുഖം അമർന്ന ആ നിമിഷം നെഞ്ചിടിപ്പിൻ്റെ താളം അവളിലേക്ക് പടർന്നു. പെട്ടെന്നുള്ള ആ സാമീപ്യം ഗൗരിയിൽ ഒരു വിറയലുണ്ടാക്കി. അവൾ ഒന്ന് അനങ്ങാൻ ശ്രമിച്ചെങ്കിലും കാർത്തികിന്റെ പിടിയായിരുന്നില്ല. അവന്റെ ചൂട് അവളുടെ ശരീരത്തിലേക്ക് പടരുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ അവന്റെ കൈകൾ മെല്ലെ എടുത്തു മാറ്റി. അവൾ ഒന്ന് പിടഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പനിയുടെ മയക്കത്തിലായതുകൊണ്ട് കാർത്തിക് ഇതൊന്നും അറിഞ്ഞില്ല. അവൻ ആഴത്തിലുള്ള ഉറക്കത്തിൽ തന്നെയായിരുന്നു. അവന്റെ പിടിയിൽ നിന്ന് കഷ്ടപ്പെട്ട് കൈ വിടുവിച്ച് ഗൗരി ഒന്ന് എഴുന്നേറ്റ് നിന്നു. ആ നേരം അവളുടെ മുഖം ഒന്ന് ചുവന്നു തുടുത്തു. വെറും ഒരു പരിചലനത്തിനിടയിൽ സംഭവിച്ചതാണെങ്കിലും ആ നിമിഷം അവളിൽ എന്തോ ഒരു ചെറിയ നാണം പടർത്തി. കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് അവൾ പെട്ടെന്ന് തിരിഞ്ഞു മുഖം പൊത്തി. അവളുടെ ഉള്ളിൽ ഹൃദയം വേഗതയിൽ തുടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ വീണ്ടും അവനിലേക്ക് തിരിഞ്ഞു നോക്കി. കാർത്തികിന്റെ നെറ്റിയിൽ വെച്ചിരുന്ന ടവൽ എടുത്തു നോക്കി. വീണ്ടും വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് അവന്റെ നെറ്റിയിൽ വെച്ചു കൊടുത്തു. ഇത്തവണ നനച്ചപ്പോൾ അവന്റെ ശരീരത്തിലെ ചൂടിന് നേരിയൊരു കുറവ് വന്നതായി അവൾക്ക് തോന്നി. എന്തായാലും ചൂട് കുറയുന്നുണ്ട്, അതൊരു ആശ്വാസമാണ്, അവൾ സ്വയം മന്ത്രിച്ചു. ഗൗരി വേഗം താഴേക്കിറങ്ങി അടുക്കളയിലേക്ക് ചെന്നു. ആ സമയത്ത് കല്യാണമ്മ ശാരദാമ്മയുടെ റൂമിൽ അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗൗരി കാർത്തിക്കിന് വേണ്ടി നല്ല കടുപ്പത്തിൽ ഒരു ചായ ഇട്ടു. ആവി പറക്കുന്ന ചായക്കപ്പുമായി അവൾ മുകളിലേക്ക് നടന്നു. റൂമിലെത്തിയ ഗൗരി ചായക്കപ്പ് ടേബിളിൽ വെച്ചു. സോഫയിൽ തളർന്നു കിടക്കുന്ന കാർത്തിക്കിന്റെ അരികിലേക്ക് വന്നു. അവന്റെ നെറ്റിയിൽ കൈവച്ചപ്പോൾ ഇപ്പോഴും നല്ല ചൂട് വന്നിട്ടുണ്ട്. അവൾ മെല്ലെ അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. സോഫയിൽ ചാരിയിരുത്തിയ ശേഷം അവൾ ചായക്കപ്പ് കയ്യിലെടുത്തു. കാർത്തികേട്ടാ, കാർത്തികേട്ടാ, ഒന്ന് കണ്ണു തുറന്നേ, ഗൗരി മെല്ലെ വിളിച്ചു. പതുക്കെ കണ്ണുകൾ തുറന്ന കാർത്തികിന്റെ മുഖത്തെ ക്ഷീണവും വേദനയും നല്ലതുപോലെ ഉണ്ടായിരുന്നു. അവൾ ചായക്കപ്പ് അവന്റെ ചുണ്ടോടടുപ്പിച്ചു. കാർത്തികേട്ടാ, ദാ ഈ ചായ കുടിക്ക്, ഇത് കുടിക്കുമ്പോൾ പനി പെട്ടെന്ന് കുറയും, പ്ലീസ് ഒന്ന് കുടിക്കാമോ? ഗൗരിയുടെ സ്വരത്തിൽ അത്രയും വാത്സല്യവും കരുതലും ഉണ്ടായിരുന്നു. ഗൗരിയുടെ കയ്യിൽ പിടിച്ച് അവൻ ഒരിറ്റ് ചായ കുടിച്ചു. ഒരു കുഞ്ഞിനെ പോലെ അവളുടെ കൈ പിടിച്ച് ചായ കുടിക്കുന്ന കാർത്തികിനെ കണ്ട അവളിൽ ഒരു സന്തോഷം തോന്നി. ഓരോ തവണ ചായ കുടിക്കുമ്പോഴും അവൾ അവന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ സ്നേഹത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കാർത്തികിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. എന്തിനാണ് ഗൗരി നീ എനിക്ക് ഇത്രയേറെ കരുതൽ നൽകുന്നത്? ഞാൻ നിന്നെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നിട്ടും ഇത്രയും നല്ലൊരു മനസ്സ് നിനക്കുണ്ടോ? എന്തിനാണ് നീ എന്നെ ഇത്രയും സ്നേഹത്തോടെ പരിചരിക്കുന്നത്? അവൻ അവളിലേക്ക് തന്നെ നോക്കി സോഫയിൽ ചാരി കിടന്നു. ദേഷ്യത്തിന്റെയും കടുപ്പത്തിന്റെയും മുഖം മൂടി അണിഞ്ഞിരുന്ന തന്റെ മുന്നിൽ ആ പാവം പെൺകുട്ടി തനിക്ക് പ്രിയപ്പെട്ട ഒരാളെ പോലെ തന്നെ പരിചരിക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ കാർത്തികിന്റെ നെഞ്ചിൽ വല്ലാത്തൊരു വിങ്ങൽ അനുഭവപ്പെട്ടു. ഈ വീട്ടിൽ വന്ന് കയറിയത് തൊട്ട് ഞാൻ ഇവളെ മാനസികമായി നല്ലതുപോലെ തളർത്തിയല്ലോ എന്നൊരു തോന്നൽ അവനെ വല്ലാതെ കുത്തി നോവിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട് കാർത്തികേട്ടാ? നല്ല ക്ഷീണമുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഗൗരിയുടെ ശബ്ദം അവന്റെ ചിന്തകളെ തടസ്സപ്പെടുത്തി. വേണ്ട ഗൗരി, വെറുതെ എന്തിനാ ഈ സമയത്ത് ആശുപത്രിയിൽ പോകുന്നത്? കുറച്ചു നേരം കൂടി കിടന്നാൽ മാറും. ഏയ്, അത് പറ്റില്ല. ഗൗരി ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നല്ല പനിയുണ്ട് നിങ്ങൾക്ക്. ഇപ്പോഴത്തെ പനിയൊക്കെ ഇങ്ങനെ അശ്രദ്ധമായി വിടാൻ പറ്റില്ല കാർത്തികേട്ടാ. ഡോക്ടറെ കാണിക്കാതിരിക്കാൻ ഒട്ടും പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. പനി കൂടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാകും. ഗൗരി, അമ്മ എണീറ്റോ? ആ, എണീറ്റു കാർത്തികേട്ടാ. അമ്മ ഏട്ടനെ തിരക്കിയിരുന്നു. ഞാൻ ഏട്ടന് ക്ഷീണം കാരണം എണീറ്റിട്ടില്ല പറഞ്ഞു. ഗൗരി അവനെ സോഫയിൽ നിന്നും ബെഡിലേക്ക് കിടക്കാൻ വേണ്ടി മെല്ലെ എഴുന്നേൽപ്പിച്ചു. സോഫയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും കാർത്തികിന് പെട്ടെന്നൊരു തലകറക്കം അനുഭവപ്പെട്ടു. അവൻ താഴേക്ക് വീഴാൻ തുടങ്ങിയ നിമിഷം ഗൗരി വേഗത്തിൽ അവന്റെ അടുത്തേക്ക് നീങ്ങി. അവൾ തന്റെ തോളിലേക്ക് അവന്റെ കൈ എടുത്തിട്ട് മറുകൈ കൊണ്ട് അവന്റെ ഇടുപ്പിലൂടെ താങ്ങി പിടിച്ചു. അവന്റെ ഭാരം മുഴുവൻ ഗൗരി തന്നിലേക്ക് എടുത്തു. അവനെ മെല്ലെ പെട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തി. തലയിണ ശരിയാക്കി വെച്ച് അവൾ അവന്റെ നെറ്റിയിൽ ഒന്നുകൂടി തൊട്ടുനോക്കി. പനി അപ്പോഴും കുറഞ്ഞിട്ടില്ല. കാർത്തികേട്ടാ, ഇവിടെ കിടന്നോളൂ, ഞാനിപ്പോൾ വരാം. ഡ്രൈവർ ബാലുമാമൻ വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. നമുക്ക് അധികം വൈകിക്കാതെ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. അവൾ അത്രയും പറഞ്ഞ് വേഗത്തിൽ താഴേക്ക് നടന്നു. കാർത്തിക് ബെഡിൽ തളർന്നു കിടക്കുകയായിരുന്നു. പക്ഷേ ഗൗരി പോയ ആ വഴിയെ അവൻ കണ്ണുകൾ ഓടിച്ചു. തളർന്നു കിടന്നപ്പോൾ അവൾ കാണിച്ച ആ കരുതൽ, ആ കണ്ണുകളിലെ പേടി
അതൊന്നും വെറുമൊരു കടമയായിരുന്നില്ല. നെറ്റിയിൽ ടവൽ നനച്ചിടുമ്പോഴും ചായ കൊണ്ടു തരുമ്പോഴും അവൾ കാണിച്ച വാത്സല്യം അവൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് ഉണർത്തി. വീഴാൻ പോയപ്പോൾ അവൾ തൻ്റെ ഇടുപ്പിലൂടെ താങ്ങിപ്പിടിച്ച് ബെഡിലേക്ക് കിടത്തിയ ആ നിമിഷം അവളുടെ സാമീപ്യം അവൻ്റെ മനസ്സിനെ വല്ലാതെ തൊട്ടു. അവൻ്റെ മനസ്സ് മന്ത്രിച്ചു, എത്ര സുന്ദരമാണ് ഈ പെൺകുട്ടി. ഇത്രയും കാലം ഞാൻ കാണാതെ പോയൊരു സ്നേഹം ഇവളിൽ ഉണ്ടായിരുന്നോ? എന്നെ മാത്രം നോക്കി, എന്നെ മാത്രം കെയർ ചെയ്ത് അവളോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി തുടങ്ങുകയാണോ? അവൾ സംസാരിച്ചപ്പോൾ അവളുടെ വാക്കുകളിലെ ആ ഉറപ്പ് കാർത്തികിനെ വല്ലാതെ ആകർഷിച്ചു. അവളിലെ ആ കരുതൽ ഇപ്പോൾ അവൻ്റെ മനസ്സിൽ വലിയൊരു ഇഷ്ടമായി മാറുകയായിരുന്നു. അവളുടെ ചെറിയ സ്പർശനത്തിൽ പോലും അവൻ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു. തന്നെ ഇത്രയധികം ശ്രദ്ധിക്കാൻ ഒരാളുണ്ടെന്ന തിരിച്ചറിവ് അവന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് നൽകിയത്. അവൾ തിരിച്ചു വരുന്നതും കാത്ത് ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൻ കണ്ണുകൾ പകുതി അടച്ചു കിടന്നു. ഗൗരി നേരെ ശാരദാമ്മയുടെ മുറിയിലേക്കാണ് പോയത്. അവിടെ കല്യാണിയമ്മ ശാരദാമ്മയെ കുളിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു. ഗൗരിയെ കണ്ടതും ശാരദാമ്മ കാർത്തികിനെ അന്വേഷിച്ചു. മോളെ ഗൗരി, കാർത്തിക് എവിടെ? ഇപ്പോഴും എണീറ്റില്ലേ അവൻ? കാർത്തികേട്ടൻ എണീറ്റു അമ്മേ, പക്ഷേ ഏട്ടന് നല്ല പനിയുണ്ട്. എന്താ മോളെ, പനിയോ? നല്ല പനിയുണ്ടോ എൻ്റെ കുട്ടിക്ക്? അമ്മയുടെ ടെൻഷൻ കണ്ടപ്പോൾ ഗൗരി സമാധാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. ഇല്ലമ്മേ, പേടിക്കാനൊന്നുമില്ല. പക്ഷേ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയേക്കാം. ഡോക്ടറെ കാണിക്കുന്നത് നല്ലതല്ലേ? ഗൗരിയുടെ ശാന്തമായ വാക്കുകൾ ശാരദാമ്മയുടെ ആകുലത കുറച്ചു. ഗൗരി നേരെ കല്യാണിയമ്മയുടെ മുഖത്തേക്ക് നോക്കി. കല്യാണിയമ്മേ, ഡ്രൈവർ ബാലുമാമ വന്നിട്ടുണ്ടോ? കല്യാണി, നീ വേഗം പോയി നോക്കിയേ ബാലു വന്നിട്ടുണ്ടോ എന്ന്. ഗൗരിമോളെ, നീ വേഗം മുകളിലേക്ക് ചെല്ലേ. കാർത്തികിനോട് മെല്ലെ താഴേക്ക് ഇറങ്ങി വരാൻ പറയൂ, ശാരദാമ്മ ധൃതിയിൽ പറഞ്ഞു. റൂമിലെത്തിയ ഗൗരി തളർന്നു കിടക്കുന്ന കാർത്തികിന്റെ അരികിലേക്ക് ചെന്നു. കാർത്തികേട്ടാ, മെല്ലെ എഴുന്നേൽക്കാൻ നോക്കൂ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ. ഗൗരിയുടെ ശബ്ദം കേട്ടതും കാർത്തിക് പതിയെ കണ്ണുകൾ തുറന്നു. ഗൗരിയെ ഒന്ന് നോക്കി. അവൻ എഴുന്നേൽക്കാൻ പ്രയാസപ്പെടുന്നത് കണ്ട ഗൗരി കാർത്തികിനെ മെല്ലെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കുറച്ചു കഴിഞ്ഞതും ഗൗരിയുടെ തോളിൽ കൈവച്ച് പതുക്കെ ഓരോ പടിയായി കാർത്തിക് താഴേക്ക് ഇറങ്ങി വന്നു. താഴെ ഹാളിൽ ശാരദാമ്മ ഇരിപ്പുണ്ടായിരുന്നു. കാർത്തികിന്റെ ആ അവസ്ഥ കണ്ട് ശാരദാമ്മയുടെ മുഖത്ത് സങ്കടം പടർന്നു. അതേസമയം ബാലുമാമൻ വന്നോ എന്ന് നോക്കാൻ പോയ കല്യാണിയമ്മയും തിരികെ വന്നു. ശാരദാമ്മേ, ബാലു എത്തിയിട്ടില്ല. അയ്യോ, ഇനി എന്താ ചെയ്യുക കല്യാണി? അപ്പോഴേക്കും ഗൗരി കാർത്തികിനെ ഹാളിലെ സോഫയിലേക്ക് ഇരുത്തി. അമ്മയുടെ കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ടോ? വയ്യ എൻ്റെ കുട്ടിക്ക്. ശാരദാമ്മയുടെ സ്നേഹത്തോടെയുള്ള ചോദ്യം കേട്ടതും കാർത്തിക് മറുപടി പറഞ്ഞു. ഇല്ല അമ്മേ, ചെറിയൊരു പനി. അതിനാണ് ഈ ഗൗരി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണേ. ഞാൻ വേണ്ട പറഞ്ഞതാ. അമ്മ പേടിക്കണ്ട. വേണ്ട വേണ്ട, എത്ര ചെറിയ പനിയാണേലും ഹോസ്പിറ്റലിൽ പോകണം. ഗൗരിമോൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇനി മിണ്ടാതിരിക്കുക കാർത്തിക്. ബാലു ആണിൽ വന്നിട്ടുമില്ല. ഇനി എന്താ ചെയ്യുക? ശാരദാമ്മ പരിഭവം കാണിച്ചു. അപ്പോഴാണ് ദിയയെ കോളേജിലേക്ക് കൂട്ടാൻ വേണ്ടി അവളുടെ അച്ഛൻ ശേഖരൻ മാമയും അവിടെ എത്തിയത്. ഹാളിലേക്ക് കയറി വന്ന ശേഖരൻ നായർ സോഫയിൽ തളർന്നിരിക്കുന്ന കാർത്തികിനെ കണ്ടതും അവനരികിലേക്ക് വന്നു. എന്താ മോനെ കാർത്തിക്, മുഖമൊക്കെ വല്ലാതെ വാടിയിരിക്കുകയാണല്ലോ. എന്താ, എന്തു പറ്റി? ശേഖരൻ മാമയുടെ ചോദ്യത്തിന് ശാരദാമ്മ മറുപടി നൽകി. ശേഖര, മോന് നല്ല പനിയുണ്ട്. അവനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകാനുള്ള തിരക്കിലാ. പക്ഷേ ബാലു ആണെങ്കിൽ ഈ നേരമായിട്ടും ഇവിടെ എത്തിയിട്ടില്ല. ഈ നേരം ദിയ ബാഗുമെടുത്ത് ഇറങ്ങി വന്നു. ശാരദാമ്മേ, ഞാൻ ഇറങ്ങുക. ഇനി അടുത്ത ലീവിന് കാണാം എന്ന് പറഞ്ഞ് ദിയ കാർത്തികിനെ നോക്കി. അയ്യോ ഏട്ട, എന്തോ ഒരു ക്ഷീണത്തിലിരിക്കുന്നേ. കണ്ണൊക്കെ ആകെ ചുവന്നിട്ടുണ്ടല്ലോ. പനിക്കുന്നുണ്ടോ ഏട്ടന്? അതിനൊക്കെ മറുപടി എന്നോണം ശേഖരൻ മാമൻ പെട്ടെന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞാൻ കാർത്തികിനെ കൊണ്ടുപോകാം. നമുക്ക് ഒരുമിച്ച് പോകാം. പോണ വഴിക്ക് തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുകയും ചെയ്യാമല്ലോ. ശേഖരൻ മാമ വേഗത്തിൽ കാർത്തികിനെ താങ്ങി പിടിച്ച് പുറത്തേക്ക് നടന്നു. ഗൗരിയും ദിയയും കൂടെ നടന്നു. ഹോസ്പിറ്റലിലെത്തിയതും തിരക്കുകൾക്കിടയിൽ കാർത്തികിനെ പരിശോധിക്കാനായി ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇതൊരു വൈറൽ ഫീവർ ആണ്. വലിയ കുഴപ്പമില്ല. നല്ല ക്ഷീണം കാണും. അത് മാറാൻ സമയമെടുക്കും. നമുക്കൊരു ട്രിപ്പ് ഇടാം. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉഷാറാകും. ഡോക്ടർ പറഞ്ഞത് ഗൗരി ശ്രദ്ധയോടെ കേട്ടു. കാർത്തികിനെ മുറിയിലേക്ക് മാറ്റി. നേഴ്സ് കാർത്തികിന്റെ കയ്യിൽ ട്രിപ്പ് ഘടിപ്പിക്കാനായി ഒരുങ്ങി. സൂചി പുറത്തെടുക്കുന്നതും ഗൗരിയുടെ മുഖത്ത് ഒരു പന്തികേട് കാർത്തിക് ശ്രദ്ധിച്ചു. അവൾക്ക് സൂചി കാണുന്നതും കുത്തുന്നതും വലിയ പേടിയാണ്.
നേഴ്സ് കാർത്തികിന്റെ കൈ എടുക്കുന്ന നിമിഷം ഗൗരി വേഗത്തിൽ കണ്ണുകൾ രണ്ടും ഇറുക്കിയടച്ചു. മുഖം പൊത്തിപ്പിടിച്ച് അവൾ തിരിഞ്ഞു നിന്നു. ആ കാഴ്ച കാർത്തികിന്റെ മനസ്സിൽ പതിഞ്ഞു. അവന്റെ ചുണ്ടിൽ അറിയാതെ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. അവളുടെ ആ പിടച്ചിലും കരുതലും അവന്റെ ഉള്ളിൽ അവളോടുള്ള സ്നേഹം വല്ലാതെ വർദ്ധിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തമായി. ഗൗരി പതുക്കെ കണ്ണുകൾ തുറന്നു നോക്കി. കാർത്തികിന്റെ കയ്യിൽ ട്രിപ്പ് സെറ്റ് ചെയ്തത് കണ്ടപ്പോൾ അവൾക്കൊരു വലിയ ആശ്വാസമായി. അവൾ കാർത്തികിനെ നോക്കി ഒരു ചെറിയ പുഞ്ചിരി നൽകി. എന്നിട്ട് അല്പം മാറി ജനാലക്കരികിലേക്ക് നടന്നു. ജനാല തുറന്നിട്ടപ്പോൾ പുറത്തു നിന്നും ഒരു തണുത്ത കാറ്റ് അവളുടെ മുടിയിഴകളെ അലങ്കോലപ്പെടുത്തി അകത്തേക്ക് വീശി. ആ കാറ്റിൽ അവളുടെ മുടി അല്പം പറക്കുന്നുണ്ടായിരുന്നു. പുറത്തെ കാഴ്ചയിലേക്ക് നോക്കി അവൾ നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. കാർത്തിക് അവളുടെ ഓരോ ചലനവും അവൾ അറിയാതെ ശ്രദ്ധിച്ചു കിടക്കുകയാണ്. അവളുടെ ആ നിൽപ്പും കാറ്റിൽ പറക്കുന്ന മുടിയും ജനാലയിലൂടെ വരുന്ന വെളിച്ചം അവളുടെ മുഖത്ത് വീഴുന്നതും എല്ലാം അവന് വല്ലാത്തൊരു ആകർഷണമായി തോന്നി. അവളെ ഇങ്ങനെ നോക്കുമ്പോൾ അവളോട് പ്രണയം തോന്നാതിരിക്കാൻ അവന് സാധിക്കുന്നില്ലായിരുന്നു. ഗൗരി ഇങ്ങനെ തൊട്ടരികിൽ ചേർന്നു നിൽക്കുമ്പോൾ അവളുടെ സാമീപ്യം മാത്രം മതി തനിക്ക് സുഖപ്പെടാൻ എന്ന് കാർത്തിക്കിന് തോന്നി. ആ നിമിഷം കാർത്തിക്കിന്റെ ഉള്ളിൽ ഗൗരിയോടുള്ള ഇഷ്ടം പതിമടങ്ങ് വർദ്ധിച്ചു. ഗൗരി ആ ജനാലക്കരികിൽ ഒരു സ്വപ്നം പോലെ നിൽക്കുമ്പോൾ അവളെ തന്നെ നോക്കി അവനും കിടന്നു. അപ്പോഴാണ് പുറത്തു നിന്നും ദിയയും ശേഖരൻ മാമയും അങ്ങോട്ട് വന്നത്. ആ നേരം കാർത്തിക് വേഗം ഗൗരിയിൽ നിന്നും കണ്ണു മാറ്റി. മോനെ കാർത്തിക്, ഞാൻ എന്നാ ദിയയെ കോളേജിൽ കൊണ്ടുപോയി ആക്കട്ടെ. ഞാൻ ബാലുവിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവൻ അരമണിക്കൂറിൽ ഇവിടെ എത്താമെന്ന് പറഞ്ഞു. ശരി. ശേഖരൻ മാമ ദിയയെ വൈകിപ്പിക്കേണ്ട. ശേഖരൻ മാമ പോയിക്കോ. കാർത്തിക് പറഞ്ഞതും ഗൗരിയും ശരിവെച്ചു. ദിയ ഗൗരിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ ഗൗരി ചേച്ചി എന്ന് പറഞ്ഞു കവളിൽ ഒന്ന് പിച്ചി. ശരി മോളെ, നോക്കിപ്പോ, അടുത്ത ലീവിന് വായോട്ടോ. ശേഖരൻ മാമയും ദിയയും യാത്ര പറഞ്ഞു പോയി. ട്രിപ്പും മരുന്നുകളും കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരം ബാലുമാമ വണ്ടിയുമായി എത്തിയിരുന്നു. കാർത്തികും ഗൗരിയും വണ്ടിയിലേക്ക് കയറി വണ്ടി വീട്ടിലേക്ക് തിരിച്ചു. വണ്ടി വീട്ടിലേക്ക് നീങ്ങുമ്പോൾ കാർത്തിക് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. അവന്റെ മനസ്സ് നിറയെ ഗൗരിയായിരുന്നു. ഹോസ്പിറ്റലിൽ അവൾ കാണിച്ച കരുതൽ അവന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ഗൗരി അവന്റെ തൊട്ടടുത്ത സീറ്റിൽ ശാന്തമായി ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്തോ ആലോചിക്കുകയാണ്. ഒരുപക്ഷെ അവന്റെ ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാകാം. അവളെ ഇങ്ങനെ അടുത്തു കാണാൻ കഴിയുന്നത് തന്നെ അവന് വലിയൊരു സന്തോഷം നൽകി. രാത്രിയായി. പനി കുറഞ്ഞെന്ന് കരുതിയെങ്കിലും കാർത്തിക്കിന് വീണ്ടും കനം വരുന്നുണ്ടായിരുന്നു. അവൻ ക്ഷീണിതനായി മുറിയിലെ സോഫയിലേക്ക് നടന്നു. കാർത്തിക് സോഫയിൽ കിടക്കാൻ ഒരുങ്ങിയതും ഗൗരി ഓടി വന്ന് അവന്റെ കയ്യിൽ പിടിച്ചു. വേണ്ട കാർത്തികേട്ടാ, സോഫയിൽ കിടക്കരുതേ. നല്ല പനിയുണ്ട്. ദേഹമൊക്കെ വേദനിക്കും. നിങ്ങൾ ബെഡിൽ കിടന്നോളൂ. ഗൗരി നിർബന്ധത്തോടെ പറഞ്ഞു. നിനക്ക് ബുദ്ധിമുട്ടാകില്ലേ ഗൗരി? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ കിടക്കൂ. കാർത്തിക് ബെഡിൽ കിടന്നു. മരുന്നിൻ്റെയും പനിയുടെയും ക്ഷീണം കാരണം അവൻ വേഗം മയക്കത്തിലേക്ക് പോയി. ഗൗരി സോഫയിൽ പോയി കിടന്നു. അർദ്ധരാത്രി മുറിയിൽ മങ്ങിയ വെളിച്ചം മാത്രം. കാർത്തിക് നല്ല ഉറക്കത്തിലായിരുന്നുവെങ്കിലും പനി വീണ്ടും വല്ലാതെ കൂടിയിരുന്നു. അവന്റെ ശരീരം തണുത്ത് വിറക്കാൻ തുടങ്ങി. ആ വിറയലിന്റെ ശബ്ദം കേട്ടാണ് സോഫയിൽ കിടക്കുന്ന ഗൗരി നെട്ടി ഉണർന്നത്. അവൾ വേഗം ലൈറ്റിട്ടു. ബെഡിലേക്ക് നോക്കിയ ഗൗരി കണ്ടത് തണുത്തു കുളിരിട്ട് ചുരുണ്ടുകൂടി കിടക്കുന്ന കാർത്തികിനെയാണ്. അവന്റെ പല്ലുകൾ കൂട്ടിയെടുക്കുന്നത് കേട്ടപ്പോൾ ഗൗരിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവൾ വേഗത്തിൽ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. കാർത്തികേട്ടാ, അവൾ വിളിച്ചു. പക്ഷേ അവൻ അബോധാവസ്ഥയിലായിരുന്നു. അവൾ ഉടനെ അവന്റെ കൈകളും കാലുകളും തൻ്റെ കൈകൾക്കുള്ളിലാക്കി നന്നായി തടവി ചൂടാക്കാൻ തുടങ്ങി. അവന്റെ വിറയിൽ മാറാൻ അവൾ അത്രയേറെ ആഗ്രഹിച്ചു. ആ തണുത്ത ശരീരത്തിൽ തൻ്റെ ചൂട് പകർന്നു നൽകാൻ അവൾ കിണഞ്ഞു പരിശ്രമിച്ചു. ഓരോ നിമിഷവും അവൾ അവന്റെ നെറ്റിയിൽ തലോടിക്കൊണ്ടിരുന്നു. കുറച്ചു നേരത്തെ തുടർച്ചയായ പരിചരണത്തിനൊടുവിൽ അവന്റെ ശരീരത്തിലെ ആ വിറയൽ പതിയെ കുറഞ്ഞു വന്നു. വീണ്ടും സാധാരണ നിലയിലായി. മുഖത്തെ വലിഞ്ഞു മുറുകിയ ഭാവങ്ങൾ മാറി. അവൻ അസ്വസ്ഥതകളില്ലാതെ വളരെ ശാന്തമായി ഉറങ്ങാൻ തുടങ്ങി. അവനെ പരിചരിച്ച് തളർന്ന ഗൗരി ആ ബെഡിന്റെ വക്കിൽ തലവെച്ച് അറിയാതെ ഉറങ്ങിപ്പോയി. നേരം വെളുത്തു. സൂര്യരശ്മികൾ ജനാല വഴി മുറിയിലേക്ക് വീണു. കാർത്തിക് മെല്ലെ കണ്ണുകൾ തുറന്നു. തന്റെ നെഞ്ചിൽ ഭാരമുള്ളതുപോലെ തോന്നി. അവൻ താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത് തന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഗൗരിയെയാണ്. അവൾ നല്ല അഗാധമായ ഉറക്കത്തിലാണ്.
രാത്രിയിലെ ആദിയും പരിഭ്രമവും കാരണം അവൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരുന്നുവെന്ന് അവളുടെ മുഖത്തെ ശാന്തത കണ്ടപ്പോൾ കാർത്തിക്കിന് മനസ്സിലായി. അവളുടെ മുഖത്ത് തട്ടി നിൽക്കുന്ന മുടിയിഴകൾ കാർത്തിക് മെല്ലെ വിരലുകൾ കൊണ്ട് ഒതുക്കി വെച്ചു. കാർത്തിക്കിന്റെ ഹൃദയമിടിപ്പ് കൂടി. അവളെ വിളിച്ചുണർത്താൻ തോന്നിയില്ല. തന്റെ നെഞ്ചിലെ ചൂടിൽ അവൾ സുരക്ഷിതയായി ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഇതുവരെ താൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരപൂർവമായ സന്തോഷം അവന്റെ ഉള്ളിൽ നിറഞ്ഞു. സൂര്യന്റെ കുസൃതി വെളിച്ചം ഗൗരിയുടെ കണ്ണുകളിലേക്ക് അടിച്ചപ്പോഴാണ് അവൾ പതിയെ ഉണർന്നത്. താൻ എവിടെയാണെന്ന് ഓർക്കാൻ അവൾക്ക് ഒരു നിമിഷം വേണ്ടി വന്നു.